And welcome to session 6. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പില്ല ക്യാൻഡിൽസ് ആണ്. പില്ല ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിട്ടുള്ള നമ്മൾ കറണ്ട് പവറൊക്കെ പോയാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വൈറ്റ് തിന്നായിട്ടുള്ള ക്യാൻഡിൽസ് ആണ് പില്ല ക്യാൻഡിൽസ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈഡ്ലി അത് യൂസ് ചെയ്യുന്നതും ചീപ്പർ ഓപ്ഷനും ഒക്കെ ആയതുകൊണ്ട് അതിൽ യൂസ് ചെയ്യുന്ന വാക്സ് പാരഫിൻ വാക്സ് ആണ്. പക്ഷെ പാരഫിൻ വാക്സിന് കുറേ ഹെൽത്ത് കൺസേൺസ് ഉണ്ട് ലോങ് ടേം യൂസിൽ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റെക്കമെൻഡഡ് അല്ല. എസ്പെഷ്യലി കിഡ്സ് പെറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്, ഓൾഡർ പീപ്പിളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം പാരഫിൻ വാക്സ് യൂസ് ചെയ്യാതെ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കിറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഹാർഡ് ആയിട്ടുള്ള സോയ വാക്സ്. ആ ഒരു ടൈപ്പ് ഓഫ് സോയ വാക്സ് വെച്ചിട്ടാണ് നമുക്ക് പില്ല ക്യാൻഡിൽസ് ഉണ്ടാക്കുക. അതിൽ ഈ സോയ വാക്സ് പ്ലസ് പാരഫിൻ വാക്സ് കോമ്പിനേഷനിലൊക്കെ ചിലർ ഉണ്ടാക്കാറുണ്ട്, കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോ കോമ്പിനേഷൻ നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന വെണ്ടറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് കോമ്പിനേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിൽ അഫോർഡ് ചെയ്യുക. പക്ഷെ ഞാൻ ക്ലിയർലി റെക്കമെൻഡ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും ഹാർഡായിട്ടുള്ള സോയ വാക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോൾഡ്സ് എന്തൊക്കെയാണ് പില്ലർ ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് മെറ്റൽ മോൾഡ്. ഇത് നമുക്ക് അറിയാം, നമ്മൾ ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവും. അത് വാക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു എക്സലന്റ് സോഴ്സ് ഓഫ് ഹീറ്റ് കണ്ടക്ടറാണ് ഇത്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ല. ഇതിൽ എന്താണോ ഷേപ്പുള്ള അത് തന്നെ നമുക്ക് പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് അത് മാത്രം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എല്ലാ ഷേപ്പും ഇതിൽ നമുക്ക് പോസിബിൾ അല്ല. പിന്നെ അതേപോലെ ടെമ്പറേച്ചർ വേരിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ഷ്രിങ്കേജ് ഉണ്ടാവാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റ് അല്ലെങ്കിൽ അക്രിലിക് ടൈപ്പ് എന്ന് പറയും. ഈ ഒരു ടൈപ്പിലാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഫൈനൽ റിസൾട്ടിൽ വരുന്ന കളർ നമുക്ക് നേരിട്ട് അപ്പം തന്നെ കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ പോർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇത് പെട്ടെന്ന് ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ അഴുക്ക് ഡസ്റ്റ് ഒക്കെ വേഗം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ മെറ്റലിൻ്റെ ഒക്കെ ഓപ്പണിങ് യൂഷ്വലി ഇവിടെ ഒരു ഓപ്പണിങ് ഉണ്ടാവും, ഇൻബിൽറ്റ് ഓപ്പണിങ് എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മൾ അതിൽ കൂടെ തിരി വെച്ചാൽ മതി. ഇനി ചിലപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് വാക്സ് പുറത്തേക്ക് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് തിരി ഇതിൽ കൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ സീൽ ചെയ്യുക. ഒരു നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് എന്താ പറയുക, ടേപ്പോ സെലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഫിക്സ് നമ്മൾ സീൽ ചെയ്താൽ മതിയാവും. ഇനി ഫൈനലി വരുന്ന മോൾഡാണ് സിലിക്കൺ മോൾഡ്സ്. ഇത് ഒരുപാട് ടൈപ്പ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പില്ലർ ക്യാൻഡിലിന് അല്ലാതെ തന്നെ പല ഷേപ്പിൽ നമ്മൾ ഒരുവിധം കണ്ടുവരുന്ന ഫ്ലവേഴ്സ്, പിന്നെ ഫുഡിൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലോ. ഫുഡിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ബർഗർ ഉണ്ടാക്കുന്നു, പിന്നെ ഡേറ്റ്സ് ഉണ്ടാക്കുന്നു, അങ്ങനെ പല ടൈപ്പ്. എല്ലാത്തിനും അധികവും വരുന്നത് ഈ സിലിക്കൺ മോൾഡ്സിലാണ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഈ സിലിക്കൺ മോൾഡ്സിൽ ഏത് ഷേപ്പ് നമ്മൾ പോർ ചെയ്താൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കിറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഡെയ്സി ഉണ്ടല്ലോ, ഈ ഡെയ്സി എല്ലാം സിലിക്കണിലാണ് വരുന്നത്. സിലിക്കൺ മോൾഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം, ഈ വാക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പ് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും, പൊട്ടാതൊക്കെ എടുക്കാൻ ചാൻസസ് കൂടുതലാണ് ഇതിൽ. അതേസമയം നമ്മൾ ഈ ഒരു മെറ്റലൊക്കെ വെക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ എന്താണോ ഉള്ളത് അതേപോലെ എടുക്കുക, അതേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് വാക്സുകൾ അവൈലബിൾ ആണ്. സോയ വാക്സിന് പല ടൈപ്പും അവൈലബിൾ ആണ്. പല വെൻഡേഴ്സും പല ടൈപ്പാണ്, ഗ്രേഡ് കൂടിയതും ഗ്രേഡ് കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വെൻഡറിൻ്റെ അടുത്ത് നിങ്ങൾ
പർച്ചേസ് ചെയ്യുമ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പം മീഷോ അല്ലെങ്കിൽ ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ലോഡ് ഇത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യാമെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ്, ഇപ്പം സപ്പോസ് ഒരു 6% ആണ് റെക്കമെൻഡഡ് എങ്കിൽ നമ്മൾ എടുക്കുന്ന വാക്സിൻ്റെ 6% നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ കളറും പ്ലെയിൻ വൈറ്റ് ആവണമെന്നില്ല, നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് പല കളേഴ്സിലും നമുക്ക് ചെയ്യാവുന്നതാണ് പില്ലർ ക്യാൻഡിൽസ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എപ്പോഴും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന വാക്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ പില്ല ക്യാൻഡിൽസും ഇതുപോലത്തെ നമ്മൾ 3D ടൈപ്പുള്ള ക്യാൻഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കിറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 2 ടൈപ്പ് ഓഫ് വാക്സ് ആണ്. ഒരു സോഫ്റ്റ് വാക്സും ഉണ്ട്, ഒരു ഹാർഡ് വാക്സും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇനീഷ്യലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒരേ ഒരു ടൈപ്പ് ഓഫ് വാക്സ് വെച്ചിട്ടാണ് രണ്ടും ചെയ്തിരുന്നത്. പക്ഷെ എനിക്കത് ഒരിക്കലും സക്സസ്ഫുൾ ആയിരുന്നില്ല. അങ്ങനെ അത് മാറ്റി ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ കിറ്റിൽ 2 ടൈപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് ടു ദ ടോപ്പിക്, നമ്മളെ സിലിക്കൺ മോൾസ്. ഈ സിലിക്കൺ മോൾസിന്റെ ആകെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ഇത് അധികം കാലം ലാസ്റ്റ് ചെയ്യില്ല. ഒരു മേ ബി ഒരു 7 to 10 പോറ് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഇലാസ്റ്റിസിറ്റി പോവും, ചിലപ്പം ടയർ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ കാണുന്ന ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല, അതൊക്കെ ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു മോൾഡാണ് സിലിക്കൺ ടൈപ്പ് ഓഫ് മോൾഡ്സ്. ഇതിൽ ഞാൻ പില്ലർ ക്യാൻഡിൽസും ഡിഫറെൻറ്റ് ടൈപ്സും ചെയ്യാറുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജാർ ക്യാൻഡിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറും നമ്മളെപ്പോഴും നോക്കുക. അല്ലെങ്കിൽ ഇത് വേഗം ഞാൻ പറഞ്ഞ ടയറായി പോവാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ മെറ്റലിലും അക്രലിക്കിലൊക്കെ അടിയിൽ ഹോൾ ഉണ്ടാവുന്നു. യൂഷ്വലി ഈ സിലിക്കണിൽ ഹോൾസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങളൊന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് നീഡിൽ വെച്ചിട്ട് പോക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഹോള് ഇതാക്കാം. പിന്നെ അതിൽ കൂടെ തിരി ഇടാം. ഇതിലേക്ക് വരുന്ന തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഇതുപോലെ അവൈലബിൾ ആണ്. നമ്മൾ അടിയിലുള്ള ടാബ് നമുക്ക് ഇതിന് ആവശ്യമില്ല. നമ്മൾ കണ്ടെയ്നറിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ടാബ് ഇതിന് ആവശ്യമില്ല. ത്രെഡ് മാത്രമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് പോർ ചെയ്യുക. നല്ല അത് ടെമ്പറേച്ചർ നല്ലോണം കൂളാവാൻ. ഇപ്പോൾ ഞാൻ ഐഡിയലി റെക്കമെൻഡ് ചെയ്യാൻ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഡിമോൾഡ് ചെയ്താൽ മതിയാവും. എന്നാലേ നമുക്ക് പൊട്ടാതെ നല്ലൊരു ഷേപ്പിലും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പില്ലർ ക്യാൻഡിൽസിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയാവും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.